ഈ രണ്ട് ഇംപ്ലിമെൻറ്റേഷനോട് കൂടി അവർ വേൾഡ് കപ്പ് കളിക്കും. ഫീഫ വേൾഡ് കപ്പ് അല്ല, സാഫ് വേൾഡ് കപ്പ്. ഫീഫ വേൾഡ് കപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഫീഫ വേൾഡ് കപ്പ്. ഈ 2026 ഫിഫ വേൾഡ് കപ്പിലെ ക്വാളിഫയർ റൗണ്ടിൽ നിന്ന് പുറത്തായ കൺട്രീസ് എല്ലാം ഇപ്പോൾ ഓൾറെഡി 2030 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതിനുള്ള പ്ലാനിങ്ങും തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് നമ്മുടെ സ്വന്തം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് അവർ പെട്ടെന്ന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റൊക്കെ കൂടിയിട്ട് 2 ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിലെടുത്ത 2 ഡിസിഷൻസ്. ഡിസിഷൻ നമ്പർ 1, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അഥവാ AIFFനെ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരത് അഥവാ FFB എന്ന പേരിലോട്ട് റീബ്രാൻഡ് ചെയ്യണമെന്നാണ് ഫസ്റ്റത്തെ സജഷൻ. ഒരു ഓർഗനൈസേഷൻ റീബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ പേര് മാറ്റലല്ല, അതിൻ്റേതായ എക്സ്പെൻസസ് കൂടി ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവർ റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് അതിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു പൈസ ഇവിടുത്തെ ഗ്രാസ് റൂട്ടിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഡിസിഷൻ നമ്പർ 2, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മാച്ചസിനും കിക്ക് ഓഫിന് മുന്നേ നിർബന്ധമായിട്ടും ദേശീയഗാനം പാടണം എന്നൊരു റൂളുണ്ട്. ഫുട്ബോൾ കാണുന്ന ഫ്രണ്ട്സിനെ അറിയാം, പ്ലേയേഴ്സ് ഗ്രൗണ്ടിലോട്ട് വരുന്നു, ദേശീയഗാനം കഴിയുന്നു, കൈ കൊടുക്കുന്നു, പിരിയുന്നു. അതാണ് ഫസ്റ്റത്തെ പ്രൊസീജിയർ കിക്ക് ഓഫിന് മുന്നത്തെ. ആ ഒരു ദേശീയ ഗാനത്തിൻ്റെ കൂടെ ദേശീയ ഗീതം കൂടിയായ വന്ദേ മാതരം ഫുള്ളായിട്ട്, അതായത് മുഴുവൻ ഫ്രേസസും പാടണം എന്നുള്ള ഡിസിഷനാണ് അടുത്തതായിട്ട് അവരെടുത്തിട്ടുള്ളത്. സജഷൻസ് ആണ് ഇത് രണ്ടും. ഈ ഒരു 2 ഡിസിഷനാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള 2 ഡിസിഷൻസ് ആണ് ഇത്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ആൻഡ് ഈ 2 ഇംപ്ലിമെൻറ്റേഷനോട് കൂടി അവർ വേൾഡ് കപ്പ് കളിക്കും. ഫീഫ വേൾഡ് കപ്പ് അല്ല, സാഫ് വേൾഡ് കപ്പ്.